ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. തിരുവനന്തപുരം നഗരം സാക്ഷ്യം വഹിക്കുന്ന അതിമനോഹരമായ കാഴ്ചകളിലൊന്നാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഘോഷയാത്ര എന്നുള്ളത്. വർഷത്തിൽ 2 ഘോഷയാത്രയാണ് വരുന്നത്. ഒന്ന് അൽപ്പശി ഉത്സവത്തിനും പിന്നെ ഒന്ന് പൈങ്കിനി ഉത്സവത്തിനും. ഇപ്പോൾ പൈങ്കിനി ഉത്സവത്തിൻ്റെ ഘോഷയാത്ര, അതായത് ഇന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ദിവസമാണ്. തിരുവിതാംകൂർ രാജകുടുംബത്തിലെ മുതിർന്ന അംഗമാണ് ഘോഷയാത്രയെ നയിക്കുന്നത്. അദ്ദേഹം ഉടവാളുമായി ഘോഷയാത്രയുടെ മുന്നിൽ പോകുന്നു. പിന്നീട് നരസിംഹസ്വാമിയും ശ്രീ പത്മനാഭസ്വാമിയും തിരുവമ്പാടി കണ്ണനുമൊക്കെ അതിന് പിന്നാലെ പല്ലക്കിലേറി പോകുന്നു. പിന്നെ പോലീസിൻ്റെ ബാൻഡ് മേളം, കുതിരപ്പട, സായുധ സേനയിലെ മറ്റംഗങ്ങൾ ഒക്കെ ഉണ്ടാവും. ഒരു വർഷത്തിലെ ഈ 2 ആറാട്ട് ദിവസങ്ങളിലും തിരുവനന്തപുരം വിമാനത്താവളം കുറച്ച് സമയത്തേക്ക് അടച്ചിടുന്നു. കാരണം തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ റൺവേ ക്രോസ് ചെയ്തിട്ടാണ് ഇവർ ശംഖുമുഖം കടൽ തീരത്തേക്ക് എത്തുന്നത്. ശംഖുമുഖം കടലിലാണ് ഭഗവാന്റെ ആറാട്ടെന്ന ആ പുണ്യകർമ്മം നടക്കുന്നത്. ഈ പൈങ്കുനി ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഉത്സവ സമയത്താണ് പഞ്ചപാണ്ഡവരുടെ വലിയ പ്രതിമ കിഴക്കേ നടയുടെ മുന്നിലായി പ്രതിഷ്ഠിക്കുന്നത്. ഇതിന് പിന്നിലെ ഐതിഹ്യം പറയുന്നത്, പാണ്ഡവരുടെ വനവാസ സമയത്ത് അവർ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിച്ചിരുന്നതായും അവിടെ ഭഗവാനെ പ്രാർത്ഥിച്ചതായി പറയുന്നു. മാത്രമല്ല, ധർമ്മം സംരക്ഷിക്കാൻ പോരാടിയ പാണ്ഡവരുടെ സാന്നിധ്യം ക്ഷേത്രോത്സവത്തിന് കൂടുതൽ പവിത്രത നൽകുന്നതായി പറയുന്നു. മുൻവർഷങ്ങളിലൊക്കെ ഈ പാണ്ഡവരുടെ പ്രതിമയ്ക്ക് പിന്നിലായി ഒരു ഗരുഡ ഭഗവാന്റെയും വലിയൊരു പ്രതിഷ്ഠ കാണാമായിരുന്നു. പക്ഷേ ഇത്തവണ അവിടെ അത് കാണാൻ സാധിച്ചില്ല. ഏറ്റവും വലിയ പ്രതിമ ഭീമസേനൻ്റേത് തന്നെയാണ്. അദ്ദേഹം ഒരു ഗദയുമായിട്ടാണ് നിൽക്കുന്നത്. ക്ഷേത്രത്തിലെത്തുന്ന ദുഷ്ടശക്തികളെ തൻ്റെ ഗദ കൊണ്ട് പ്രഹരിക്കുന്നു എന്നാണ് വിശ്വാസം. ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള വിഷ്ണു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. യോഗനിദ്രയിൽ ശയിക്കുന്ന ആ ഭഗവാന്റെ തൃപ്പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.